السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. നിർബന്ധമായും 7 അവയവങ്ങളാണ് സുജൂദിൽ പങ്കെടുക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അൻ യസ്ജുദ അലാ സബഅത്തി അഅ്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് 7 അവയവത്തിൽ സുജൂദ് ചെയ്യാൻ. യദൈഹി വറുക്ബതൈഹി വഅത്റാഫി അസ്വാബിഇഹി വജബ്ഹതിഹി. ഏതൊക്കെയാണ് 7 അവയവങ്ങൾ? തൻ്റെ 2 കൈപ്പള്ളകൾ, വിരലുകൾ ഉൾപ്പെടെ, 2 കാൽമുട്ട്, 4 വാത്രാഫി അസ്വാബിഹി, 2 കാൽ വിരലുകളുടെ പള്ളകൾ, 6 വജബ്ഹത്തിഹി, പിന്നെ നെറ്റിത്തടവും. ഇങ്ങനെ 7 അവയവങ്ങൾ സുജൂദിൽ പങ്കെടുക്കണം നിർബന്ധമായും. നിർബന്ധമായും ഈ 7 അവയവങ്ങളും സുജൂദിൽ സംബന്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ 7 അവയവങ്ങളും പൂർണ്ണമായും അങ്ങനെ സുജൂദിൽ വെക്കേണ്ടതുണ്ടോ? പൂർണ്ണമായും വെക്കൽ നിർബന്ധമില്ല, പൂർണ്ണമായും വെക്കുന്നതാണ് ഉത്തമം. നഅം ലാ യജിബു വദഉ കുല്ലിഹ ബൽ യക്ഫി ജുസ്ഉം മിൻ കുല്ലി ബത്നൈ കഫൈഹി ഔ അസ്വാബിഇഹിമാ വമിൻ റുക്ബതൈഹി വമിൻ ബത്നൈ അസ്വാബിഇ റിജ്ലൈഹി കൽ ജബ്ഹ. നെറ്റിത്തടം അല്പഭാഗം നിലത്ത് പതിഞ്ഞാലും മതി. അപ്രകാരം തന്നെ എല്ലാ അവയവങ്ങളും അതിൻ്റെ അല്പഭാഗം വെച്ചാൽ മതിയാകും. എന്നാൽ തന്നെ നിർബന്ധം വീടും. പക്ഷെ പൂർണ്ണമായും വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ പ്രതിഫലം ഉണ്ടാകും. അതേസമയത്ത് ദൂനമാ അദാദാലിക കൽ ഹർഫി വ അത്റാഫിൽ അസ്വാബിഇ വദഹ്രിഹാ എന്ത് മതിയാവൂല? നിർബന്ധമായും നിലത്തു വെക്കേണ്ട ഭാഗമല്ലാത്ത ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒന്നിനെ വെച്ചതുകൊണ്ട് മതിയാവുകയില്ല. ഉദാഹരണത്തിന് കാൽവിരലുകളുടെ പള്ളയാണ് അല്പമെങ്കിലും നിലത്തു പതിയേണ്ടത്. ആ പള്ളഭാഗം പതിയുന്നതിന് പകരം അതിൻ്റെ പുറം ഭാഗമോ അതല്ലെങ്കിൽ അതിൻ്റെ അരുവിലുള്ള ഭാഗമോ ഒന്നും നിലത്ത് വെച്ചതുകൊണ്ട് മതിയാവുകയില്ല. സാധാരണഗതിയിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാൽവിരലുകളുടെ പള്ള നിലത്തു വെക്കാതെ വിരലുകളുടെ പുറംഭാഗം നിലത്ത് തട്ടിച്ച് വെക്കുന്ന ചിലരെങ്കിലും കാണും. അവർ നിർബന്ധമായും നിലത്തു വെക്കേണ്ട ഭാഗമല്ല വെച്ചിരിക്കുന്നത്. മറ്റു ചിലർ വിരലുകളുടെ തെല്ലുകൾ, തൊർഫുകൾ വെക്കുന്നത് കാണും. അഥവാ പള്ളഭാഗമല്ല എന്നർത്ഥം. അവിടെയും സുജൂദിൻ്റെ സിഹത്തിന് പ്രശ്നം വരും. അപ്പം നിർബന്ധമായും ഈ വെക്കൽ നിർബന്ധമുള്ള ആ ഭാഗത്ത് നിന്നുള്ള ഒരല്പഭാഗമെങ്കിലും സുജൂദിൽ വച്ചിരിക്കണം എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ 7 അവയവങ്ങൾ, നെറ്റിത്തളം, 2 കാൽമുട്ട്, 2 കൈകളുടെ പള്ളഭാഗം, 2 കാൽ വിരലുകളുടെ പള്ളഭാഗം, ഇത്രയും ഭാഗങ്ങൾ സുജൂദിൽ വെക്കണം. അങ്ങനെ വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഫുഖഹാ കൃത്യമായി അക്കാര്യം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ സുജൂദ് നിർവഹിക്കാനുള്ള അറിവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.